അപ്പോൾ ഇതാ നമ്മുടെ ആന്തൂറിയത്തിന് ഇത് ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ടായിട്ട് റിപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടെണ്ണത്തിൽ തന്നെ ആക്കാണ്. അപ്പോൾ ഞാൻ ഈ വേരിൻ്റെ ഇവിടെ ഒരു പോർഷൻ ജോയിൻ്റ് വന്നത് കട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നിങ്ങളിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് വേര് കട്ട് ചെയ്തിട്ടൊക്കെയാണ് നടുന്നതെന്നുണ്ടെങ്കിൽ മറ്റേ സാഫില്ലേ ഫംഗിസൈഡ് ഒന്ന് തേച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഫംഗസ് ഒന്നും വരാതെ അങ്ങനെ പറ്റും. പക്ഷെ ഇപ്പം എൻ്റെ തീർന്നു പോയേക്കണോണ്ട് ഞാൻ നല്ല രീതിയിൽ വേര് വന്ന് മൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആവശ്യമില്ലാത്ത കുറച്ച് ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ചെടിച്ചട്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിലും ഇത് ഞാൻ വേണ്ടാന്ന് വെച്ച് ഈ ഒരു വലിയ ചട്ടിയിലേക്ക് ഈ ഹൈറ്റ് ഉള്ളതിനെ റിപ്പോർട്ട് ചെയ്യാൻ വിചാരിച്ചു. കാരണം ഇവിടെ ഒരു മുളയും ഉണ്ട്, പിന്നെ കുറച്ച് ഹൈറ്റും ഉണ്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ചെറിയ ചട്ടിയിലേക്ക് നട്ടിട്ട് ഈ ഒരു ഹൈറ്റ് ഉള്ളതിനെ നമുക്ക് പഴയ ചട്ടി തന്നെ ഉണ്ടല്ലോ അതിനകത്ത് തന്നെ പ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ കയ്യിലുള്ള ഈ ആന്തോറിയം നാടനാണ് കേട്ടോ. വെറൈറ്റി സംഭവങ്ങളൊന്നുമല്ല, സാധാരണ ആന്തോറിയാണ്. എല്ലാവരുടെ വീട്ടിലും പണ്ട് മുതലേ കണ്ടുവരുന്ന ആന്തോറിയം തന്നെയാണ്. ആന്തോറിയത്തിന് എപ്പോഴും നല്ലത് ചകിരി, ഓടിൻ്റെ കഷ്ണങ്ങൾ, ചാർക്കോള്, അതേപോലെ തന്നെ ചാണകം, ഈ സംഭവങ്ങളൊക്കെ ആന്തോറിയത്തിന് നാടൻ രീതിയിൽ നമ്മൾ വളങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് പോട്ടി മിക്സ് ഉണ്ടാക്കുന്നതാണ് ആന്തോറിയത്തിന് എപ്പോഴും നല്ലത്. ഞാനിപ്പോൾ ചാണകവും മണ്ണും കൂടെ കുറച്ച് ചകിരിച്ചോറും കൂടെയുള്ള മിക്സ് ചെയ്തിട്ടുള്ള ഒരു മണ്ണ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആന്തോറിയം നടുമ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്താൽ ആന്തോറിയത്തിന് കുറച്ചും കൂടി നല്ലതാണ്. മുട്ടത്തോട് പൊടിച്ചിടുന്നത് നല്ലതാണ്. ചകിരി മുട്ടത്തോടൊക്കെ തന്നെയാണ് ആന്തോറിയത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ നമ്മുടെ ആന്തോറിയം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഭാഗം ഇങ്ങനെ താഴ്ത്തി വെക്കാത്തതെന്ന്. ആന്തോറിയത്തിൻ്റെ വേരുകൾക്ക് നല്ല എയർ സർക്കുലേഷൻ വേണം. അതെപ്പോഴും മണ്ണിൽ നിന്ന് ഒരുപാട് അങ്ങ് താഴ്ന്നിരിക്കാതെ കുറച്ച് ഉയർന്നു നിന്നാലാണ് വേരുകൾ നല്ല രീതിയിൽ വളർന്ന് ആന്തോറിയത്തിന് എപ്പോഴും അങ്ങനെ നടുന്നതാണ് നല്ലത്. ഇതായാലും ഞാൻ കുറച്ച് പൊക്കത്തിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. കണ്ടോ, അതിനകത്ത് കുറച്ച് ചാർക്കോളും കൂടി ഇടണം. പിന്നെ ഞാൻ ആകെ ചാണകം മിക്സ് ചെയ്തിട്ടുള്ള മണ്ണും ഓട് കഷ്ണങ്ങളും മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചാർക്കോളും കൂടി ഇട്ടാൽ ആന്തോറിയത്തിന് ഭയങ്കര നല്ലതാണ്. ഈ ഓട് കഷ്ണങ്ങൾ നമ്മൾ ഇടുന്നത് പെട്ടെന്ന് ഡ്രൈ ആവാതെ ഇതിങ്ങനെ വെള്ളം വലിച്ച് നിൽക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഓട് കഷ്ണങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഗാർഡൻ്റെ അടുത്ത് ഒരുപാട് മരങ്ങളും അല്ലെങ്കിൽ തണലുള്ള ഒരു ഏരിയയാണ്, ഒരുപാട് വെയിലൊന്നും കിട്ടാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഒട്ടുമിക്ക ചെടികളും വെക്കാൻ പറ്റില്ലല്ലോ. തണലത്ത് പക്ഷേ വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ആന്തോറിയവും പീസ് ലില്ലിയും ഒക്കെ. അപ്പോൾ ഇതാണ് പീസ് ലില്ലി. പീസ് ലില്ലി ജസ്റ്റ് ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് നല്ല ഭംഗിയിൽ പൂക്കൾ വരും കേട്ടോ. ഇപ്പം നമ്മുടെ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജാണിത്. നല്ല രീതിയിൽ പൂക്കൾ ഉള്ള സമയത്തുള്ള പിക്ക് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. നല്ല വൈറ്റ് കളറിൽ നല്ല അട്രാക്റ്റീവായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കും. ഇതേപോലെ പൂക്കൾ ഉണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ സീസണല്ല, പൂക്കൾ ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ജസ്റ്റ് വൃത്തിയാക്കി നല്ല രീതിയിൽ എന്നിട്ട് കുറച്ചുകൂടി കടക്കിൽ മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെറിയ ചെറിയ മുകുളങ്ങളൊക്കെ വന്നത് എക്സ്ട്രാ മാറ്റി നട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഫില്ല് ചെയ്തങ്ങ് നട്ടിട്ടുണ്ട്. തണലുള്ള സ്ഥലങ്ങളിൽ പീസ് ലില്ലി ബെസ്റ്റാണ് നട്ടുപിടിപ്പിക്കാനായിട്ട്.